ഹലോ മച്ചാമാരെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് പാക്ക് ഓപ്പണിങ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് അധികം ഉണ്ട്, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ടൊന്ന് സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം അങ്ങനെ ഇപ്പോൾ പുതിയ ചാനൽ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് കുറച്ചെങ്കിലും കിട്ടണം. നമുക്ക് ലൈക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സബ്ബ് കിട്ടുവാണെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുറച്ചധികം ഉണ്ട് പാക്ക് ചെയ്യാൻ. ആദ്യം നമുക്ക് ചെയ്യാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് POTW അതിൻ്റെ ഒരു ഫ്രീ സ്പിന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ബെക്കംബോർ 51 ഫ്രീ സ്പിന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ബെക്കംബോർ ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. പിന്നെ നമുക്ക് ഇനി റീസെറ്റ് ചെയ്ത് ഒന്ന് കറക്കി നോക്കാൻ വേണ്ടി പോവാം. അതിൽ എത്ര ബെക്കംബോർ അടിക്കുന്നോ അത് എത്ര ബെക്കംബോർ അടിക്കുമെന്ന് നോക്കാൻ വേണ്ടി പോവാം. പിന്നെ ഉള്ളത് നമ്മുടെ എപ്പിക്കിൻ്റെ നമ്മുടെ റൂബൻ നെവസ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നമുക്ക് ഞാനിത് കറക്കാതെ വെച്ചിട്ടുണ്ട്. 2 ഫ്രീ സ്പിന്നുണ്ട് ഇതിനകത്ത്. ഇത് നമ്മൾ കറക്കാതെ വെച്ചേക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ 2 പ്ലേയേഴ്സ് ഏതായാലും എനിക്ക് ഉപയോഗമില്ല എൻ്റെ സ്ക്വാഡിൽ. ഒരു നല്ല പ്ലെയർ വരുമോയെന്ന് എനിക്കറിയായിരുന്നു, അതിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക് പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ റൂബൻ നെവസ് വന്നു. അത്യാവശ്യം നല്ല 100 റേറ്റിംഗ് ഒക്കെ അങ്ങോട്ട് പോകുന്നതാണ്. ഇങ്ങനെ 2 സ്പിന്നേ ഉള്ളൂ. 2 സ്പിന്നിൽ തേക്കത്തില്ലെന്നാണ് വിശ്വാസം. 2 സ്പിന്നിൽ ഇവനെ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. തേക്കാതിരുന്നാൽ കൊള്ളാം. കൊനാമിയാ. പിന്നെ തേപ്പ് ഏതായാലും കിട്ടും. എൻ്റെ ഇപ്പോൾ ഞാൻ സണ്ണിന് വേണ്ടി കറക്കി 2000 കോയിൻ സണ്ണിന് വേണ്ടി. സണ്ണ് മാത്രമേ കിട്ടുള്ളൂ 2000 കോയിനിൽ. നമ്മുടെ സൂയി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കറക്കണമെന്നുണ്ട്, പക്ഷേ കോയിനില്ല. ഈ 800 കോയിനൊന്നും കിട്ടുമെന്ന് അല്ല, എൻ്റെ ഒരു 800 കോയിനുണ്ട്. 300 കോയിൻ ബോക്സിൽ കിടപ്പുണ്ട്. പക്ഷെ അതിലൊന്നും തരുമെന്ന് അറിയത്തില്ല. നമ്മുടെ റൊണാൾഡോ, കാൻഡെ, കൗലിവലി, ടാലിസ്ക എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തേക്ക് കറക്കുന്നില്ല അത്. ഇപ്പോൾ സമയം കളയാൻ നമുക്ക് കറക്കാം. നമുക്ക് ആദ്യം കറക്കാനുള്ളത് നമുക്ക് ഇത് കിടക്കാം, POT കിടക്കാം. ഇതൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാക്ക, റോഡ്രിഗോ എനിക്ക് വിനീഷ്യസ് വേണമെന്നില്ല. ഓൾറെഡി 102 വിനീഷ്യസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താരം വേണമെന്നില്ല. പിന്നെ കിട്ടുവാണെങ്കിൽ അത്ര നമുക്ക് കറക്കാൻ കഴിയും. അതുകൊണ്ട് അതിനു മുമ്പ് ഒന്ന് സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് വോയിസ് ചെയ്യുന്നത്. അതിൻ്റെ കുറവുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഗണിക്കാം. അപ്പോൾ ഒന്ന് സബ്ബടിച്ച് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് ഗൈസ്. നമ്മളിത് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇനി ഡെയിലി വീഡിയോസ് വരുന്നുണ്ട്. നമ്മുടെ കാർ കളക്ഷൻ്റെ വീഡിയോസൊക്കെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അത് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പാക്ക് കമ്പനിയിലോട്ട് കറക്കാം. ഇത് ടാർഗറ്റ് റോഡ്രിഗോയാണ്. ഫസ്റ്റ് സ്പിന്നാണ്. ലിയാവിൻ്റെ ഉണ്ട് ഗൈസ്. എൻ്റെ ബിഗ് ടൈം ഉണ്ട്. 101 ബിഗ് ടൈം ഉണ്ട്. എനിക്ക് ഇതിൻ്റെ ഒരാവശ്യമില്ല. തേച്ചെന്ന് അറിയത്തുള്ളൂ. അങ്ങനെ അത് തേച്ച് നമുക്ക് അടുത്ത പാക്കിലോട്ട് കിടക്കാം ഗൈസ്. അടുത്ത് നമുക്ക് ബെക്കംബോറിൻ്റെ കിടക്കാം. ബെക്കംബോറിൻ്റെ കറക്കിയിട്ട് നമുക്ക് മറ്റേത് കിടക്കാവേ. ഇത് നമുക്ക് സ്പീഡ് കിടക്കാം. നമുക്ക് ആദ്യം ഇത് റീസെറ്റ് ചെയ്യാം. കാക്ക വീഡിയോ എടുക്കാൻ നേരത്തെ കാക്ക കരയുന്നുണ്ട്. ഈ കാക്കയൊക്കെ വേറെ പണിയില്ല. അപ്പോൾ നമുക്കത് സ്പീഡ് നമുക്ക് ആദ്യം റീസെറ്റ് ചെയ്യാം. നമുക്ക് എത്ര ബെക്കംബോറിനെ കിട്ടുമെന്ന് നോക്കണം. 51 സ്പിന്നുണ്ട്. സ്പീഡ് കറക്കിപ്പോൾ നമുക്ക് ഒറ്റ ഉള്ളിൽ കയറി നോക്കാം. അല്ല, റാഷ് ഫോണൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് സ്പീഡ് കറക്കാം. അത് വേറെ സമയം കളയാനില്ല. ഫസ്റ്റ് സ്പിന്നാണ്. ഒന്നുമില്ല. നമുക്ക് സ്പീഡ് കറക്കി വിടുക. എത്ര കിട്ടുമെന്ന് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യും. ഇല്ല, ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. ഇതിപ്പം കളർ ഇത് എങ്ങനെ വെടിക്കെട്ട് പൊട്ടിയാലും വെക്കുമ്പോൾ ആകണമെന്നില്ല. അടുത്ത് ചെയ്യാം. 48 സ്പിന്നും കൂടെ ഉണ്ട്.
ഇതില്ല. ഉള്ളിൽ കയറിയേ ഒന്ന് അനക്കി നോക്കാം. എനിക്ക് ഇങ്ങനെ ഒരു 5 വട്ടം നക്കിയപ്പോഴാണ് എനിക്ക് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ കിട്ടിയത്. അങ്ങനെ കിട്ടുമോ? ഓൾറെഡി നമുക്ക് കിട്ടിയതാ. വേറെ ഇനി ഞാനിന് വെയിറ്റ് ചെയ്തതാണ്. ഈ മെയിൻ്റെനൻസ് വല്ലതും പുതിയ പ്ലെയർ വല്ലതും ആഡ് ചെയ്യുമോയെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി വരാൻ സാധ്യതയില്ല. അടുത്ത പോട്ടെ. 1 സ്റ്റാറാണ്. അപ്പോൾ 3 5 സ്റ്റാർ മാത്രമേ ഉള്ളൂ. 4 5 സ്റ്റാർ ഉണ്ട്. ഇത് കിട്ടിയത് നമുക്ക് കുഴപ്പമില്ല. കാരണം ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. ബെക്കംബറിന് ആദ്യം നമുക്ക് 25 സ്പിന്നിലെങ്ങാണ്ടോ കിട്ടിയതാണ്. ആദ്യത്തെ ലാപ്പൊക്കെ കംപ്ലീറ്റ് ആക്കിയപ്പോഴേ. പ്ലേസ് ഫുള്ളായി. വേഗം ഒന്ന് റിലീസ് ചെയ്തിട്ട് വരാൻ മച്ചവർ. അങ്ങനെ ആ പ്ലേസിനെയൊക്കെ റിലീസാക്കിയിട്ട് റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പെട്ടെന്ന് ചെയ്ത് വിടാം. 43 സ്പിന്നൂടെ ഉണ്ട്. ഇതിലും കിട്ടിയിട്ടില്ല. ഇതിലില്ല. ടേപ്പായിരിക്കുമല്ലോ, വേറെ കാര്യം അതല്ലേ. സബിൻ്റെ കാര്യം മറക്കരുത്. കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഡെയിലി വരുന്നതാണ്. ഒന്ന് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. പെണ്ണിനായിട്ട് 4 സ്റ്റാർ. എന്താണ് ഇത്? എന്തോന്ന് ഇത് മഴ. 14 ഡ്രൈവ് എടുത്തു. റാഷ്ഫോർഡിന് എന്താ? റാഷ്ഫോർഡിന് എനിക്ക് അമ്മ 3 നേരം കിട്ടിയിട്ടില്ല. അല്ലെങ്കിലും തിളങ്ങിയിട്ടുണ്ട്. എന്തോ തിളങ്ങിയിട്ട് ആരോ വരാനുണ്ടെന്ന് തോന്നുന്നു. എന്മാർ ചിലപ്പോൾ പറ്റിക്കുന്നേ. കാണത്തില്ല, ഉള്ളിൽ ഒന്നും കാണത്തില്ല. കണ്ടിട്ട് തന്നെ പേടിയാന്ന്. അവനെ മോൻ കണ്ടിട്ട് തന്നെ പേടിയാന്ന്. പോട്ടെ ഇത് കിട്ടുമോ? കൊതിപ്പിക്കും അവന്മാർ. അല്ലല്ല, ഇവനാണ് ഇത്ര കളറൊക്കെ കൊടുത്തത്. അടുത്തത് 32 സ്പിന്ന് കൊണ്ട് ഇത്. റാഷ്ഫോർഡ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. ലോക്ക് ചെയ്തിട്ടേക്കാം. റാഷ്ഫോർഡ് നല്ല സ്പീഡുണ്ട്. നമുക്ക് സ്ട്രൈക്കറായിട്ടൊന്ന് നമുക്ക് റിവ്യൂ ഒക്കെ ചെയ്യാം. വയസ്സ് കുറച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. അധികം ന്യൂസൊന്നുമില്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്ബാണ് അത് ചെയ്യേണ്ടത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് 21 സ്പിന്ന് നമ്മുടെ ഇവനെ കൊണ്ട് തുടങ്ങാം. നേരത്തെ റാഷ്ഫോർഡിനെ തൊട്ടപ്പോഴാണ് റാഷ്ഫോർഡിനെ കിട്ടിയത്. ഒന്ന് കിട്ടിയ തന്നെ ഒന്നാണ്. റൈറ്റ് ബാക്കിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നത്.
ടാക്സൊക്കെ കൊടുത്ത് നമുക്ക് വെക്കുമ്പോൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ ഒന്നുകൂടെ കിട്ടാൻ. ഞാൻ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഫ്രീ കിട്ടിയതാണെങ്കിൽ വെക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഇപ്പോൾ മെയിൻ സ്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പഴയ ബൂസ്റ്റർ ഇല്ലാത്തൊരു ബക്കമ്പൂർ ഉണ്ടായിരുന്നു. ബിഗ് ടൈം അല്ല, ഷോർട്ട് ടൈം. എപ്പിക്കാർഡ് അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം എൻ്റെ കളി സ്റ്റൈലിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. നോക്കാം. 26 സ്പിന്നുകളുണ്ട്. ഒരെണ്ണെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഏതായാലും അത് 50 ഉള്ളൂ. ഒരെണ്ണെങ്കിലും കിട്ടാതിരിക്കത്തില്ല. നീ തരണമല്ലോ ഒരെണ്ണെങ്കിലും. ഇമാരാരം മുതലെന്നറിയോ ഈ കൊനാമി. ഇത്ര ട്രൈ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ കോയിൻ കൊടുത്താൽ കറക്കുന്നതിന് ആലോചിച്ച് നോക്ക്. ഇത്രയും കോയിൻ വെറുതെ പോകണം. ഫ്രീ ആയതുകൊണ്ട് പിന്നെ അത്രയും ഇതില്ല കറക്കുമ്പോഴേ. കോയിനാണെങ്കിൽ ഞാൻ സണ്ണിനെ കഴിഞ്ഞ ആഴ്ച സണ്ണിൻ്റെ ബാക്ക് ഓപ്പണിങ് ഉണ്ട്. അതിൻ്റെ നോക്കുന്നു. എൻ്റെ 6,500 കോയിനാണ് ഒരു സണ്ണിന് മാത്രം. സണ്ണിന് കിട്ടുകൊണ്ട് പിന്നെ അത് ക്ഷമിച്ച് ഞാൻ. നന്നാവില്ല, കാരണം പോലും തരില്ല. ഉണ്ട് പണ്ടത്തെ വൈബാട്ടത്. ഐക്കോണിക്കിൻ്റെ അതേ കാർഡ്. ഇങ്ങനൊന്നും അല്ല. അകത്ത് മഞ്ഞ വരണം. പക്ഷേ മഞ്ഞ വരാതെ എനിക്ക് വെക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇവന് എത്ര വട്ടം കിട്ടുകയാണ് സന്തോഷം. ആദ്യം കിട്ടി പോട്ടെ. സ്പിന്നിലധികം തരാൻ പറ്റുള്ളൂ. എല്ലാവരും കിട്ടും. കാര്യം കിട്ടി അടിച്ചു മോനെ. ബാ എത്ര സ്പിന്ന് കളഞ്ഞറിയാം. ഇതിട്ടേക്കാം. വേറെ ഉണ്ട്, ഇതിൽ കിടക്കട്ടെ. ഇനി നമുക്ക് ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം. ഇനി കിട്ടുമോയെന്ന് അറിയത്തില്ല. ഒന്ന് റീസെറ്റ് ചെയ്ത് കിടക്കാം. ഒന്ന് കിട്ടി. ഇനി നമുക്ക് ഒന്നും കൂടെ കിട്ടുമോ എന്ന് നോക്കാം. 1 3 4 5 6 ഇങ്ങനെ കാക്കിയപ്പോൾ എനിക്ക് 2 അക്കൗണ്ട് അടുപ്പിച്ച് ഇങ്ങനെ കിട്ടി. ആ ട്രിക്ക് വർക്കിംഗ് ആണോന്ന് ഇല്ല. ഒന്നുകൂടെ കിട്ടണമല്ലായിരുന്നു. സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം.
മറക്കരുത്. റേസ് എനിക്കില്ല, ഇല്ല, നമുക്കില്ലാത്ത ആളാണ്. അവനെ തന്നെ കിട്ടി. മോട്ടറിച്ചൊന്നും കിട്ടിയിട്ടില്ല. ഒറ്റവണ്ടി രണ്ടാമത്തെ വട്ടം, ഒറ്റവണ്ടിയിൽ ഒന്ന് ആദ്യത്തെ ഇത് കിട്ടിയായിരുന്നു. മോട്ടറിച്ചിനെ കിട്ടി. ഒന്നുകൂടെ താടാ, ഒന്നുകൂടെ വേടാ. ഈ കോയിനെ കൊണ്ടൊന്ന് സേവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ യൂറോ കോപ്പ വരുക. ഇഷ്ടംപോലെ പായ്ക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. റൊണാൾഡോയുടെ ഒക്കെ പായ്ക്ക് ഇനിയും വരും മിക്കവാറും. ഫീച്ചറാണെങ്കിലും വരും. കോപ്പയല്ലേ, 2 സെക്കൻഡ് ലാസ്റ്റ് ട്രൈ ആണ്. ട്രിക്ക് നോക്കാം, ലാസ്റ്റ് ട്രൈ ആണ്. 4, 5, 6 അതിങ്ങനെ ആക്കിയപ്പോഴാണ് സംഭവം വന്നത്. വെച്ച് പോയി, അത് മാഞ്ഞു പോയി. നമുക്ക് അടുത്ത മെയിൻ സാധനം. ഇതിൽ നമ്മൾ 2 ട്രൈ ഉണ്ട്. 2 ട്രൈയിൽ നമുക്ക് വേണ്ടത് റൂബൻ നെവസിനെയാണ്. ഈ കറാമകളൊന്നും തരാതിരുന്ന കൊള്ളാം. ബാക്കി എല്ലാവരും നമുക്ക് എടുത്തുണ്ടോ. റൊണാൾഡോ, മർഡോണ, കോസ്റ്റക്കട്ട അടിപൊളി പ്ലേ ആണ്. ഗൈസ് എല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ടെന്ന് കളിപ്പിച്ച് നോക്കണം. ഞാൻ മെയിൻ സ്കോഡ് യൂസ് ചെയ്യുന്ന കോസ്റ്റക്കട്ട റൈറ്റ് ബാക്ക്. പുള്ളി റൈറ്റും ലെഫ്റ്റും ഒക്കെ കളിക്കും. റൂബനാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇവനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഓർമ്മ ഫ്രീസിന് മാറ്റി വെക്കും. അടുത്ത ഇതിലും വരുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം നോക്കാം. കിട്ടണേ പടച്ചോനേ. കൊനാമി സംഭവമുണ്ട്. എപ്പിക്കോ ഷോർട്ട് ടൈമാ. വെടിക്കെട്ട് നിറച്ചിൽ. യെസ്, റൂബൻ. രക്ഷപ്പെട്ടു ഗായ്സ്. അതിനെ ഒരു മറ്റേ സ്പിന്നിൽ കറക്കുന്നില്ല ഗായ്സ്. അതിനെ മാറ്റി വെച്ചേക്കാണ്. ഇവിടെ പോർച്ചുഗൽ സ്കോറൊന്ന് സെറ്റാക്കണം. ചൂട് സാധനം ഇപ്പോൾ വന്നേ ഉള്ളൂ. ആ ചൂട് സാധനത്തെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്തിട്ട് ഇനി റിലീസ് ചെയ്യുക പാടാം. അത്യാവശ്യം നല്ലതാണ്. നമുക്ക് സ്പീഡിലാണ് ബൂസ്റ്റൊക്കെ കൂടുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്. സ്പീഡാണ് ബൂസ്റ്റൊക്കെ കൂടുന്നത്. ട്രാക്ക് അപ്പോൾ ഗൈസ് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എൻ്റെ സ്കോഡൊന്ന് കാണിച്ചു തരാം. മെയിൻ സ്കോഡ് ഇതാണ് എൻ്റെ മെയിൻ സ്കോഡ്. അങ്ങനെ കോയിനൊന്നും ഞാൻ അങ്ങനെ പൊട്ടിച്ചിട്ടില്ല. എനിക്കിതൊക്കെ ഈ കോയിൻ പൊട്ടിച്ചെന്ന് വെച്ചാൽ ഈ സണ്ണിന് വേണ്ടി മാത്രമേ കോയിൻ പൊട്ടിച്ചേക്കാൻ അധികം. ബാക്കിയൊക്കെ എനിക്ക് 1000 കോയിനുള്ളിലൊക്കെ കിട്ടിയ സാധനങ്ങൾ. പക്ഷേ ഇവനെ അത് ആർക്കും ഇല്ല. ഇവൻ അന്യ പ്ലെയറാണ് ഗൈസ്. ഭയങ്കര ഡിഫൻസാണ്, നല്ല ഡിഫൻസാണ്. പക്ഷെ അതുപോലെ ഗോളും അടിച്ചു തരും. 7 ഗോളൊക്കെ അവൻ ഹെഡിൽ അടിച്ചു തന്നെ. 7 ഗോൾ അവൻ അടിച്ചു തന്നെ. ഹെഡിൽ ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവന് മാറി. പിന്നെ വെക്കംപോർ, ഫ്രീ കിട്ടിയ വെക്കംപോർ. പിന്നെ റൊണാൾഡോ ഞാൻ വിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വിങ്ങിലിപ്പോൾ നല്ലതായിട്ട് എനിക്ക് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് റൊണാൾഡോനെ. കിടക്കുന്നത്. ഇന്നിപ്പം നമുക്ക് ലിയോനെ കിട്ടിയത്. എനിക്ക് ലിയോ ഷോർട്ട് ടൈം ഉണ്ട്. ഷോർട്ട് ടൈം അത്യാവശ്യം നല്ല 940 മത്സരങ്ങൾ 479 ഗോളൊക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ബാക്കിയൊക്കെ ഇതുണ്ട്. ബാക്കി ഇതൊക്കെ ഫ്രീ കിട്ടിയ കേട്ടോ. ഡ്രോബേനെയും നമുക്ക് ഫ്രീ പായ്ക്ക് വന്നു. 2 ഫ്രീ പിന്നെ വന്നപ്പോൾ 200 റേറ്റിങ്ങുള്ള പ്രൈസിന് തന്നെ കിട്ടി എനിക്ക്. ഇതാണ് എൻ്റെ മെയിൻ സ്കോഡ്. അത്യാവശ്യം കുഴപ്പമില്ല. അപ്പം സണ്ണ് പുതിയ കഴിഞ്ഞ ആഴ്ച പാക്ക് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് പരമാവധി സബ് അടിക്കണം. ഇപ്പോൾ എത്ര 8, 9, 10 സബ് അടുത്തേ ആയിട്ടുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ചാനൽ തുടങ്ങിയുള്ളൂ. നമ്മളിപ്പം എനിക്ക് ചെറിയ കാർ കളക്ഷനൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. അതും ഇപ്പം ഒന്ന് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടുണ്ട്. ഇനി പാർട്ട് 3 നാളെ തന്നെ വരും. അതും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ബൈ ഗൈസ്. അതൊക്കെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അത് റിവ്യൂസൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പം റൂബൻ നെവസിൻ്റെ റിവ്യൂസും ഇതൊക്കെ ഇടുന്നതാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.